students of grade 8 are out to remind us of the core values, spirit, and the value of celebrating important days. This dance drama that you're about to witness is a mission that they have embarked on. The young generation take the days like the Mother's Day, the Environment Day, and the Friendship Day to occasions to party and indulge in activities that are uncalled for. A lot of money is splurged and a day wasted on shopping or eating out. A parent's care or nature's support or a friend's companionship are forgotten these days. 7 songs and a committed group of children will take the stage. Let us welcome Class 8 on stage with the program Nalekku Vendi. Kids, the stage is yours. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതല്ലേ? ആ വിലപ്പെട്ട ദിവസങ്ങളിലെ ചില ദിനങ്ങളെ നമുക്ക് അവിസ്മരണീയമാക്കേണ്ടേ? അതോ എന്നത്തെയും പോലെ ആ ദിവസവും കടന്നുപോയി എന്ന് പറയണോ? നമ്മുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരുടെ പിറന്നാളുകളാകാം, രാജ്യത്തിൻ്റെ ഉത്സവങ്ങളാകാം, നാട്ടിലെ ആഘോഷങ്ങളാകാം, അങ്ങനെ എന്തെല്ലാം. ആധുനിക ലോകത്തെ ജീവിത വ്യഗ്രതയിൽ നമുക്ക് പങ്കുവെക്കലിൻ്റെയും ഓർമ്മ പുതുക്കലിൻ്റെയും ഒത്തുചേരലിൻ്റെയും അവസരങ്ങൾ ലഭിക്കുന്നില്ലേ? ഒത്തുചേരലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ആഘോഷ ദിനങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് 8ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നു നാളേക്കു വേണ്ടി. ഒന്നും ശരിയാവുന്നില്ലല്ലോ. ദേവു, മോളെ താരാന്ന് നോക്കി. ശരി അച്ഛാ. ആരാ? തിരക്കഥാകൃത്ത് ഗോപാലകൃഷ്ണൻ സാറിന്റെ വീടല്ലേ? അതെ. ഞങ്ങൾ ലക്ഷ്യ ചാനലിൽ നിന്നാണ്. സാറിനെ ഒന്ന് കാണാൻ വന്നതാ. വരൂ, നിങ്ങൾ ഇരിക്കുക കേട്ടോ, ഞാൻ അച്ഛനെ വിളിക്കാം. അച്ഛാ, അച്ഛനെ കാണാൻ ചാനലിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ശരി മോളെ, ഞാൻ ദാ വരുന്നു. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഞങ്ങൾ ലക്ഷ്യ ചാനലിൽ നിന്നാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വിളിച്ചപ്പോൾ സാർ അല്പം തിരക്കിലായിരുന്നു. പിന്നീട് ഒരിക്കൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ട്. എന്തോ പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കണമെന്നല്ലേ പറഞ്ഞേ? അതെ സാർ, ഞങ്ങളുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യാനായി ഒരു പ്രോഗ്രാം വേണമായിരുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് സാർ തയ്യാറാക്കി തരുമോ എന്നറിയാനായിരുന്നു ഞങ്ങൾ വന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം ശരിക്കും എന്താണ്? സീരിയലുകൾക്കും സിനിമകൾക്കും വാർത്തകൾക്കുമായി ഇന്ന് നിരവധി ചാനലുകൾ ഉണ്ട്. എന്നാൽ ലക്ഷ്യ ചാനൽ ലക്ഷ്യം വെക്കുന്നത് ന്യൂ ജനറേഷനെ പറ്റുന്ന ചില അടിപൊളി പ്രോഗ്രാംസ് മാത്രമാണ്. സാർ, കുട്ടികളുടെ ഇടയിലെ ആഘോഷങ്ങളെക്കുറിച്ച് ഒരു ചെറിയ പ്രോഗ്രാം. നമ്മുടെ പുതുതലമുറ ആഘോഷങ്ങളുടെ പിന്നാലെയാണല്ലോ. എന്നാൽ റിലീജിയസ് ഫെസ്റ്റിവലോ നാഷണൽ ഫെസ്റ്റിവലോ ആഘോഷിക്കാൻ അവർക്ക് തീരെ താല്പര്യമില്ല. വിദേശീയർ കാണിക്കുന്ന അർത്ഥശൂന്യമായ ആഘോഷങ്ങളോടാണ് അവർക്ക് താല്പര്യം. ഉദാഹരണമായി പറഞ്ഞാൽ വാലന്റൈൻസ് ഡേ, ഹലോവീൻ ഡേ, സ്ലാപ്പ് ഡേ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതുപോലെ ചില പ്രത്യേക ദിവസങ്ങളും അവയുടെ ആഘോഷങ്ങളും ഇന്ന് കുട്ടികളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ശരിയാണ്, എനിക്കും തോന്നിയിട്ടുണ്ട് അർത്ഥശൂന്യമായ കുറെ ആഘോഷങ്ങൾ. സാർ, ഞങ്ങൾക്ക് വേണ്ടത് അത്തരം ആഘോഷങ്ങളുടെ ഒരു പ്രോഗ്രാം അല്ല. നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ട, അവർക്ക് ഓർമ്മിക്കാൻ ചില പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. അത് അവർ ആഘോഷമാക്കണം. സാർ, വുമൻസ് ഡേ, ഡോക്ടേഴ്സ് ഡേ പോലുള്ള സ്പെഷ്യൽ ഡേയ്സ് ഒന്നും പണ്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ഇന്ന് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേ ആയി മാറിയിരിക്കുകയാണ്. സമൂഹം ചിലതൊക്കെ ആഘോഷിക്കുന്നുമുണ്ട്. എന്നാൽ പുതുതലമുറ അവയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല, അതിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഡേയ്സും അവയുടെ സെലിബ്രേഷൻസുമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിന്റെ സ്ക്രിപ്റ്റ് സാർ തയ്യാറാക്കി തരുമോ എന്നറിയാനാണ് ഞങ്ങൾ വന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? ശരി സാർ, സാറിനെ ഞങ്ങൾ വിളിച്ചോളാം.
അച്ഛാ, അവർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്താ ഈ സ്പെഷ്യൽ ഡേ? അച്ഛൻ ഏതെങ്കിലും ദിവസത്തെക്കുറിച്ച് ആലോചിച്ചോ? അവര് സ്പെഷ്യൽ ഡേയ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു വെരി സ്പെഷ്യൽ ഡേ ഉണ്ട്. പറയാമോ? ഏതാ അത്? വാലന്റൈൻസ് ഡേ അല്ലേ? അതൊന്നുമല്ല മോളെ. ഈ കാലത്തിനാവശ്യം പറഞ്ഞു പഴകിയ പ്രണയ കഥകളോ പ്രതികാരങ്ങളോ അല്ല. വേണ്ടത് മണ്ണിന്റെ മണമുള്ള ജീവിതമാണ്. ഒരേ ഒരു ഭൂമി, ഇതല്ലാതെ നമുക്ക് വേറൊരു ഭവനമില്ല എന്ന യാഥാർത്ഥ്യം ഈ തലമുറ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ ഓരോ പ്രകൃതി ദുരന്തങ്ങളും ഓരോ മുന്നറിയിപ്പുകളായി കരുതേണ്ടതാണ്. ഇതൊന്നും ഓർക്കാതെ മനുഷ്യൻ പ്രകൃതിയെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ പരിസ്ഥിതി ദിനവും ഓർമ്മപ്പെടുത്തലുകളാണ്. കാലത്തിന്റെ നാളേക്കു വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലുകൾ. Nisari sa 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 pa ma pa ni pa ma ga sa ni pa ma ga ga ma pa pa ma pa ni pa ma pa ni sa.
നീലാകാശ തണലുകളിൽ നമ്മൾ ഇനിയൊരു പുഴയാകും സ്നേഹത്തിൻ ചുടു ചെങ്കടലാ ഉയരും തിരാ ഈശാ ഈശാ ഇനിയൊരാകാശമാകെ ധ്വനിയുണർന്നുയരുന്നു മഴയിലാരവമായി കലതരംഗമുയർന്നു മണ്ണുനനഞ്ഞുണരുന്നൊരു വഴിയേ ഈ മഴ ഇലകളും തിന്നു നനഞ്ഞു ശയിക്കും പെരുമഴ മണ്ണുനനഞ്ഞുണരുന്നൊരു വഴിയേ ഈ മഴ ഇലകളും തിന്നു നനഞ്ഞു ശയിക്കും പെരുമഴ ഇനിയും വൻ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ. നമുക്ക് തണലേകാം നാളേക്കായി. അച്ഛാ, പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണ്? ദേവു, പ്രകൃതി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളെയാണ് ഓർക്കേണ്ടത്. അതാരാണ്? അമ്മയും അച്ഛനും അല്ലേ? അവർക്കായിട്ടും ഉണ്ടല്ലോ ഒരു ദിവസം. ഓ, മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേയും. അച്ഛനും അമ്മയും കൂടെയുള്ളപ്പോൾ അവർക്കായിട്ട് എന്തിനാ ഒരു ദിവസം? നല്ല ചോദ്യം തന്നെ. തൻ്റെ മക്കൾക്ക് തണലായും സംരക്ഷകരായും ഒരു യോദ്ധാവിൻ്റെ മനസ്സുമായാണ് ഓരോ അച്ഛനും അമ്മയും ജീവിക്കുന്നത്. അത് കാണാതെ പോയവരാണ് മക്കളിൽ അധികവും കേട്ടോ. മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിടുന്ന പുതുതലമുറയ്ക്കു വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേയും. അന്ന്
അവരുടെ ഫോട്ടോ DPയും സ്റ്റേറ്റസും ഒക്കെ ആക്കുന്ന പുതിയ തലമുറ ഓർക്കണം, വാർദ്ധക്യം ഒരു ശാപമല്ല. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, பொன்னான நெஞ்சை பொன்னான கையால் பூ போல நீவவா. நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா. நான் பார்த்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா. தண்ணீராய் மேகம் தூரும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா. ஆராரிராரோ ராரோ ராரோ ஆராரிராரோ, ஆராரிராரோ ராரோ ராரோ ஆராரிராரோ, ஆராரிராரோ ராரோ ராரோ ஆராரிராரோ, ஆராரிராரோ ராரோ ராரோ ஆராரிராரோ. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, பொன்னான நெஞ்சை பொன்னான கையால் பூ போல நீவவா. அலைக்கடலின் நடுவே அலைந்திடவா தனியே, படகெனவே உனையே பார்த்தேன் கண்ணே. புதை மணலில் விழுந்தே புதைந்திடவே இருந்தேன், குறுநகையை எறிந்தே மீட்டா என்னே. உன்னோடும் மண்ணோடும் மாடும் பெரும் ஊஞ்சல் மனதோரம், கண்பட்டு நூல் விட்டு போகும் என ஏதோ பயம் கூடும். மயில் ஒன்றை பார்க்கிறேன், மழையாகி ஆடினேன். இந்த உற்சாகம் போதும் சாக தோன்றும் இதே வினாடி. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா, பொன்னான நெஞ்சை பொன்னான கையால் பூ போல நீவவா. நீ தூங்கும் போது முன்னெற்றி மீது முத்தங்கள் வைக்கணும், போர்வைகள் போத்தி போகாமல் தாழ்த்தி நான் காவல் காக்கணும். எல்லோரும் தூங்கும் நேரம் நானும் நீயும் மௌனத்தில் பேசணும். ஆராரிராரோ ராரோ ராரோ ஆராரிராரோ, ஆராரிராரோ ராரோ ராரோ ஆராரிராரோ, ஆராரிராரோ ராரோ ராரோ ஆராரிராரோ, ஆராரிராரோ ராரோ ராரோ ஆராரிராரோ. கண்ணான கண்ணே கண்ணான கண்ணே. അച്ഛാ, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, എൻവയൺമെന്റ് ഡേ എല്ലാം കഴിഞ്ഞല്ലോ. ഇനി ഏതാ സ്പെഷ്യൽ ഡേ? അച്ഛനും അമ്മയും കഴിഞ്ഞ ദൈവത്തെ പോലെ കാണേണ്ടത് ആരെയാ? മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ? അതെ, ഗുരുക്കന്മാർ, നമ്മുടെ അധ്യാപകർ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അധ്യാപകർ ഞങ്ങളെ അടിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരോടൊന്നും അന്നും ഇന്നും ഒരു ദേഷ്യവും തോന്നിയിട്ടില്ല. അതെല്ലാം ഞങ്ങളുടെ നല്ല ഭാവിക്കാണെന്ന് അറിയാമായിരുന്നു. ദേവു, മോള് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ചെലവഴിക്കുന്നതിലും കൂടുതൽ സമയം സ്കൂളിൽ അധ്യാപകരുമൊത്തല്ലേ ഉള്ളത്? അതെ അച്ഛാ. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ അധ്യാപകരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണ്ടേ? അത് ശരിയാ അച്ഛാ.
ഗുരു-ശിഷ്യ ബന്ധങ്ങളെല്ലാം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അവർക്ക് നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ അധ്യാപക ദിനവും. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मा तस्मै श्री गुरुवे नमः तस्मै श्री गुरुवे नमः तस्मै श्री गुरुवे नमः. ഗുണവാരിധേ നീ ഗുരുവാകണം തുണയായി നീ തണലാകണം അറിവേ വെളിച്ചം നിറവേ തെളിച്ചം അവിരാമമകതാരിൽ കുടികൊള്ളണം. ഗുണവാരിധേ നീ ഗുരുവാകണം തുണയായി നീ തണലാകണം സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. शुक्रिया 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 शुक्रिया. आज जो भी है हम सब है आपकी ही बदौलत आपके समर्पण को सलाम. शुक्रिया 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 शुक्रिया. हाथ थाम के आपने है हमको सब सिखाया माफ की गलतियां संभाला जब भी लड़खड़ाया. शुक्रिया 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 शुक्रिया. To all the teachers we have met in this life, a very happy Teachers' Day from all of us. And thank you for making us enabled. Shukriya. ഇപ്പോഴാണ് എനിക്ക് ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലായത്.
ഈ പ്രകൃതിയെയും അച്ഛനെയും അമ്മയെയും അധ്യാപകരെയും എല്ലാം ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടത് തന്നെയാണ്. ഇനിയുമുണ്ടോ ഇതുപോലുള്ള സ്പെഷ്യൽ ഡേയ്സ്? ഉണ്ടല്ലോ. ഇനി വേണ്ടത് സൗഹൃദമാണ്. ഓ, ഫ്രണ്ട്ഷിപ്പ് ഡേ. മോളെ, ജീവിതത്തിൽ നമ്മൾ പല വിഷമഘട്ടങ്ങളിലൂടെയും കടന്നു പോകും. അപ്പോൾ നമ്മെ കുറ്റപ്പെടുത്താതെ, നമ്മെ ക്ഷമയോടെ കേൾക്കാൻ, മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ, മാനസിക പിന്തുണ നൽകാൻ ഒക്കെ ഒരു സുഹൃത്തിൻ്റെ ആവശ്യമുണ്ട്. നല്ല സമയത്ത് നിങ്ങളോടൊപ്പം സന്തോഷിക്കാനും മോശം സമയത്തെ തരണം ചെയ്യാനും ഒരു സുഹൃത്ത് അത്യാവശ്യമാണ്. എന്നാൽ ചതിയുടെ, സ്വാർത്ഥതയുടെ, വഞ്ചനയുടെ ഈ ലോകത്ത് സൗഹൃദങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ലാതായിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഫ്രണ്ട്ഷിപ്പ് ഡേയും. நட்புக்கு வயதில்லை என்று ஒரு ஞானி சொன்னானே, ஓ சொன்னானே. மெய்யான நட்புக்கு இங்கே பிரிவில்லை என்றும் சொன்னானே, ஓ சொன்னானே. ஆல்மோஸ்ட் டயப்பர் கட்டும் காலம் தொடங்கி நாமும் தோள்கள் உரசி நடந்தோ, குஸ்தி ஃபைட்டும் போட்டு ஒன்றாய் முஸ்தபாவும் பாடி வாழ்வை கடந்தோ. நாம் எழில் நதிகளில் நாடிய ஓடம், வற்றாத கடல் இந்த ரகசிய பாசம். நமக்குள் இருந்ததே இல்லை வெளி வேஷம் தான். ஃப்ரெண்ட்ஷிப் தான் சொத்து நமக்கு, ஃப்ரெண்ட்ஷிப் தான் சொத்து நமக்கு, ஃப்ரெண்ட்ஷிப் தான் சொத்து நமக்கு. ஆயிரம் உறவு வந்தாலும் நண்பன் தான் கெத்து நமக்கு. ஃப்ரெண்ட்ஷிப் தான் சொத்து நமக்கு, ஃப்ரெண்ட்ஷிப் தான் சொத்து நமக்கு, ஃப்ரெண்ட்ஷிப் தான் சொத்து நமக்கு. ஆயிரம் உறவு வந்தாலும் நண்பன் தான் கெத்து நமக்கு. അച്ഛാ, ചാനലുകാർക്ക് കൊടുക്കാനുള്ള അരമണിക്കൂർ പ്രോഗ്രാംസ് ആയില്ലേ? ഇനി എന്താ ആലോചിക്കുന്നത്? ബന്ധങ്ങളുടെ പ്രാധാന്യമെല്ലാം പറഞ്ഞുപോയ കൂട്ടത്തിൽ നമ്മൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഇനിയുമുണ്ടോ സ്പെഷ്യൽ ഡേയ്സ്? ഉണ്ട്. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകാൻ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു മുഖ്യ ഘടകമുണ്ട്. എന്താ അത്? മനുഷ്യൻ മറന്നുപോയിരിക്കുന്ന ഒന്ന്. ഈ ജീവിത തിരക്കിൽ പരസ്പരം കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ പുതിയ തലമുറ മറന്നു തുടങ്ങിയിരിക്കുന്നു. ചിരിയാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ല മരുന്ന്. അതുപോലെ മനുഷ്യർ തമ്മിലുള്ള ആരോഗ്യപരമായ നല്ല ബന്ധങ്ങളുണ്ടാകാൻ ഒരു പുഞ്ചിരി മതി. இது புத்தன் காலம், புது புத்தன் லோகம், ஜெனரேஷன் தோறும் மாறும் புது லோகம். இது புத்தன் காலம், புது புத்தன் லோகம், ஜெனரேஷன் தோறும் மாறும் புது லோகம். ഈ ലോകത്തിൽ തിരക്കേറിയോടുമ്പോഴും തിരിഞ്ഞൊന്നു നോക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ. ഈ ലോകത്തിൽ മറക്കാൻ പഠിക്കുമ്പോഴും സഹിക്കാൻ പഠിക്കുമ്പോഴും ചിരിക്കാൻ മറക്കല്ലേ നീ.
പണ്ട് മഹാധ്യായം തുടക്കമയന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷം പിറന്ന നാൾവാഴ്ത്ത് സ്നേഹം വന്നാൽ മധുരത്തേന് തീരായി പൂവും വന്ദിച്ചാറ് കോപം കൊണ്ടാൽ നഖമേലൊണ്ടാൽ വേറാരും പേടിയില്ലെന്മാര് ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം വയസ്സ് എണ്ണി തളര് മുടിതട്ടാ മുഖമേ ഇരുകണ്ണഴകേ പുരുഷത്വത്തികവേ മഴകാലം നീ വാഴ് കടലും കരയും ഇളക്കമല്ലേ സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ ഇരുമിൻ സുദിനമല്ലേ ആർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. കുറെ നേരമായല്ലോ അച്ഛനും മകളും ചേർന്ന് തിരക്കഥ എഴുതാൻ തുടങ്ങിയിട്ട്. ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു ഞങ്ങൾ ദാ വരുന്നു. അച്ഛാ, നിങ്ങളുടെ ചെറുപ്പത്തിലും ഇതുപോലെ സ്പെഷ്യൽ ഡേ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നോ? അന്നൊന്നും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അച്ഛനെയും അമ്മയെയും പ്രകൃതിയെയും അധ്യാപകരെയും എല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു തലമുറയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്നത്തെ യുവതലമുറ അറിയണം, ഹാപ്പി ടീച്ചേഴ്സ് ഡേ, ഹാപ്പി മദേഴ്സ് ഡേ ഒക്കെ പറയുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതിനെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണത്. നാളേക്കു വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലുകൾ. അച്ഛാ, ഈ ദിവസങ്ങളുടെ പ്രാധാന്യമൊക്കെ മനസ്സിലായി. പക്ഷേ ഈ പ്രോഗ്രാമിൽ അടിപൊളി പാട്ടും ഡാൻസും ഒന്നും ഇല്ലല്ലോ. പുതിയ തലമുറക്കിഷ്ടം ഇത്തിരി അടിപൊളി പാട്ടും ഡാൻസും ഒക്കെയാണ്. അത് കുഴപ്പമില്ല കൊച്ചെ, അവസാനം നമുക്ക് ഇത്തിരി അടിപൊളിയാക്കേക്കാം. ഇതാ കണ്ടോളൂ. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి సోకులాడి స్వప్న సుందరి నీ మడత చూపు మా పటీల మల్లె పందిరి రచ్చరాజ కుందె ఊపిరి నీ వంక చూస్తే గుండెలోన డిరి 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 పెట్టి తూపాకి పెంచినావి తింగరి చిట్టి మగజాతి నట్ట మడత పెట్టి ఆ కుర్చీని మడతబెట్టి
మరి నాకేమో సన్న బియ్యం కలిస్తివి మేకలేమో వందలుగా మందలుగా పెరిగిపాయ నాకిచ్చిన నూకలేమో ఒక్క పూట కరిగిపాయ ఆడపచ్చరాళ్ళ జూకాలిస్తివి మరి నాకేమో చుక్కగళ్ళ కోకలిస్తివి నాని చెవిలో జూకాలేమో తగా తగా మెరిసిపాయ నాకు పెట్టిన కోకలేమో పీలికలై సిరిగిపాయ ఏం రసిక రాజువో మరి నా దాసు బాబా నీతో ఎప్పుడింత కిరికిరి ఏం రసిక రాజువో మరి నా దాసు బాబా నీతో ఎప్పుడింత కిరికిరి ఆ కుర్చీని మార్చబెట్టి సోకులాడి స్వప్న సుందరి మా పటేల మల్లె పందిరి రచ్చరాజ గుండె ఊపిరి గుండెలోన డీడి 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 ఏందంతా చూస్తున్నా ఇక్కడ ఎవడ మాత్రం గాడే లిరిక్ రైటర్ రాసుకోండి మాడతెట్టి పాడండి ఆ కుర్చీని మార్చబెట్టి തിരിച്ചു വന്നല്ലേ തിരികെ വിട്ടാൻ വന്നല്ലേ തിരുത്തി വെക്കാൻ വന്നല്ലേ തിട്ടം ഉണ്ടല്ലേ ചേട്ടൻ വന്നല്ലേ ചേട്ട ചെയ്യാ വന്നല്ലേ പേട്ട തുള്ളാൻ വന്നല്ലേ വേട്ടയനല്ലേ
சூட்டுக்குன்னா அண்டர் கத்துல தண்டர் குந்தர் அண்டர் வந்தர் சூட்டுக்குன்னா அண்டர் சூட்டுக்குன்னா வந்தர் சூட்டுக்குன்னா இப்பது சூட்டு அண்டர் சூட்டுக்குன்னா வந்தர் சூட்டுக்குன்னா இப்பது சூட்டு அண்டர் சூட்டுக்குன்னா வந்தர் சூட்டுக்குன்னா இப்பது சூட்டு அடி 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 இங்க விட்டான் மன்னலே அம்மா சொன்னா மனசிலாயோ அடி 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 இப்பொழிக்க மன்னலே நான் என்ன மனசிலாயோ Five, 4, 3, 2, 1, ignition, and liftoff. Go Falcon, go Soraya. ഇതൊരു അസാധാരണ യാത്രയുടെ കഥയാണ്. വർഷം 2120. കാലാവസ്ഥ വ്യതിയാനവും പ്രകൃതി ചൂഷണവും ആണവ യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും തീവ്ര ജാതി മത ദേശീയ ചിന്താധാരകൾ ഉൽപ്പാദിപ്പിച്ച വെറുപ്പും നിർമ്മിത ബുദ്ധിയുടെ അനിയന്ത്രിത കടന്നുകയറ്റവും എല്ലാം നമ്മുടെ ഗ്രഹമായ ഭൂമിയെ ആവാസയോഗ്യമല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യകുലത്തിന് ഒരു പുതുഗ്രഹം തേടി പ്രകാശവർഷങ്ങൾ താണ്ടിപ്പോകുന്ന ഒരു കൂട്ടം ബഹിരാകാശ യാത്രികരുടെ സംഭവ ബഹുലമായ യാത്രയാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. ക്ലാസ് 9 presents ഗഗനയാനം, a space odyssey. Hello, this is astronaut Joy from the Explorer reporting to Mission Control at Ground Zero. Do you copy? Explorer, this is Ground Zero. Copy loud and clear, astronaut Joy. Share the latest updates. We are currently at a distance of 20,000 light years and a galactic latitude of 35 degrees. Are these consistent with the Ground Zero readings? Yes, Ground Zero confirms your readings. All systems nominal. We are on course for the Kepler 452b system. We'll continue to monitor your progress and provide support as needed. Understood, Ground Zero. Over and out. നമുക്ക് തുടങ്ങിയാലോ? എല്ലാം റെഡിയല്ലേ? All set. We are good to go. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. നിങ്ങൾ എന്തുവാടോ ഈ ചെയ്യുന്നത്? നശിപ്പിച്ച്. എന്താ? ഒന്നുമില്ല സാർ, വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഒരു റീൽ എടുക്കുന്നു. യൂട്യൂബിൽ ഭയങ്കര വ്യൂസാ നമുക്ക്. വിശ്രമവേളയോ? ഇന്നത്തെ റീഡിംഗ്സ് റെക്കോർഡ് ചെയ്തോ? ചെയ്തു സർ. ടെലിമെട്രി ഡേറ്റ എടുത്തു സർ. ഓർബിറ്റൽ ഡേറ്റ എടുത്തു സർ. മിഷൻ കൺട്രോളിൽ അപ്ഡേറ്റ് ചെയ്തോ? ചെയ്തു. കാപ്പി ഇട്ടോ? ഇല്ല, ഇതുപോലത്തെ പണിയൊക്കെ ചെയ്യാനല്ലേ നമ്മളൊരു റോബോട്ടിനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ പറഞ്ഞ പോരെ. എന്നാ വിളിക്ക്. ജഗന്നാഥൻ, റിപ്പോർട്ട് ടു ബേസ് നൗ. Jagannathan, aka Jagu, at your command crew. ജഗ്ഗു, get me a coffee. Sorry, sir. Your caffeine intake has exceeded our limit. No more coffee for you. എന്നെങ്കിൽ ഞങ്ങൾക്കെടുത്തേക്ക്. വേണ്ട, എനിക്ക് പറ്റില്ലെങ്കിൽ ആർക്കും വേണ്ട. താങ്കളുടെ caffeine intake off limits ആയി. ഇനി തരാൻ അനുവദിക്കില്ല. ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചൂടാ. Logically incorrect. എനിക്ക് വളരാൻ സാധിക്കുകയില്ല. I was made this way. റോബോട്ടിനെ മലയാളം പഠിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആവശ്യം ഉണ്ടായിരുന്നു. മലയാളികളായ ആസ്ട്രോനട്സിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മാതൃഭാഷ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സർ, ഇവൻ നമുക്ക് വേണ്ടി ജോലി ചെയ്യുവാണോ അതോ നമ്മളാണോ ഇവന് വേണ്ടി ജോലി ചെയ്യുന്നേ?
നമ്മൾ എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ആണ് ജോലി ചെയ്യുന്നത്. തകർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരാശിക്ക് ഒരു പൊതുഗ്രഹം കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി. ഏത് ചോദ്യത്തിനും അവൻ ഉത്തരമുണ്ട്. ആക്ച്വലി ഇൻകറക്റ്റ്. എനിക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമുണ്ട്. ഇവനെ ഞാൻ ഇന്ന് നിന്നെ പോലുള്ള റോബോട്ടുകൾ ഭൂമിയിൽ ചെയ്തു കൂട്ടിയത് ഞാൻ പറയുന്നില്ല. എനിക്കറിയാം, മനുഷ്യർ ചെയ്തു കൂട്ടിയതും അറിയാം. AI കയറൂരി വിട്ടതും മനുഷ്യർ തന്നെ. പോരാത്തതിന് യുദ്ധങ്ങളും കലാപങ്ങളും കുഞ്ഞുങ്ങളെ പട്ടിണി കിടന്ന യുദ്ധങ്ങൾ വരെ നിങ്ങൾ ചെയ്തില്ലേ? വെറുപ്പും വിദ്വേഷവും വിളമ്പുന്ന നേതാക്കളെ നിങ്ങൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്തില്ലേ? കോവിഡ് മഹാമാരിയുണ്ടായ തുടർ വർഷങ്ങളിൽ പോലും നിങ്ങൾ അക്രമങ്ങൾ അഴിച്ചുവിട്ടില്ലേ? ഭൂമിയുടെ ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണം മനുഷ്യർ തന്നെ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഭൂമി എന്ന നമ്മുടെ വീട് സംരക്ഷിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ ചെയ്ത തെറ്റുകൾ ഇനി ആവർത്തിച്ചുകൂടാ. പക്ഷേ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ പരിങ്ങലിലാണ്. ഈ മിഷൻ പരാജയപ്പെട്ടാൽ അത് മനുഷ്യകുലത്തിന്റെ അവസാനമായിരിക്കും. അതുകൊണ്ട് ഏത് വിധേനയും നമുക്ക് ജയിച്ചേ തീരൂ. ജഗ്ഗു, ചാർട്ട് ദ കോഴ്സ് ടു അവർ ഫസ്റ്റ് ടാർഗറ്റ്, പ്ലാനറ്റ് PG94N1. Roger that, Commander Hope. It is 10 astronomical units away. It takes us 5 Earth years for us to get there. I advise all 3 of you to go to cryosleep. I will make sure the explorer reaches the destination. കോപ്പി ദാറ്റ്. ആസ്ട്രോനോട്ട്സ്, നമുക്കപ്പോൾ നീണ്ട ഉറക്കത്തിലേക്ക് പോകുവാൻ സമയമായി. റെഡിയല്ലേ? യെസ് സാർ. എനിക്കൊരു അപേക്ഷയുണ്ട്. എനിക്ക് നമ്മുടെ ഈ ഔട്ടർ സ്പേസിന്റെ ഏകാന്തതയും നിശബ്ദതയും മടുത്തു. ക്രയോസ്ലീപ്പിന് പോകുന്നതിന് മുമ്പ് നമുക്കൊരു അടിച്ചുപൊളി പാട്ട് കേട്ടിട്ട് പോയാലോ? ഈ കാലഘട്ടത്തിൽ അത്തരം നല്ല പാട്ടുകളൊന്നും തന്നെ നിർമ്മിക്കപ്പെടുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ നൂറ്റാണ്ടിൽ തമിഴിൽ ഒരുപാട് അടിപൊളി ഗാനങ്ങൾ ഇറങ്ങിയിരുന്നു. അതെ, പ്രത്യേകിച്ചും വിജയുടെ സിനിമകളിൽ. ഞാൻ തല അജിത് ഫാനാണ്. അജിത്തിന്റെ പടത്തിലെ പാട്ട് വേണം. ഇതാണ് എനിക്ക് മനുഷ്യരെ മനസ്സിലാകാത്തത്. വഴക്കിടാൻ കാരണങ്ങൾ കണ്ടുപിടിക്കും. 2 പാട്ടുകളും വെച്ചാൽ പ്രശ്നം തീരില്ലേ? പാട്ട് മാത്രമാക്കണ്ട, VR ലെൻസ് ഓൺ ചെയ്താൽ ഡാൻസും കൂടി ചേർന്ന് VR വാളിൽ നമുക്ക് കാണാം. സൂപ്പർ. நான் ரெடிதான் வரவா அண்ணன் நான் இறங்கி
குழம்புல கொதிக்குது பார் அந்த காலழகு அடித்தடி வெட்டி கொத்து எங்க வீட்டு சமையல் வர அட கலந்திருக்கு கட்டி பல்ல கட்டி இங்க என்ன குத்த காதிருக்கு அதுதான் கணக்கு இந்த கத்தி வர ரகம் நாஸ் கட்சி எனக்கு புரிதா உனக்கு மில்லி உள்ள போனா போதும் கிள்ளி வெல்ல வருவாண்டா மில்லி உள்ள போனா போதும் கிள்ளி வெல்ல வருவான் பா ஊருக்குள்ள எனக்கு ஒரு பேர் இருக்கு கேட்டாலே அதிரும் பாருக்கு போஸ்டர் ரெடி அண்ணா ரெடி கொண்டாடி கொல தனண்டி அண்ணன் வர்றார் வள்ளிவிடு அண்ணன் நான் இறங்கி வரவா தெல் கொடுக்கும் சிங்கத்தை சீண்டாதப்பா ஐயவன் தடுத்தும் ஏறுக்கு மாறாதப்பா நான் ரெடிதான் வரவா அண்ணன் நான் தனியா வரவா தர நடுகிற பர அடிக்கணும் நாடத்தா விரல் எடுக்கிற தீபம் நாய தத்தா பத்தாவது பாட்டில் நான் குடிக்க அண்டால கொண்ட சேசடிக்க வெட்டி கொண்டாங்கடா என் பசி நான் தண்ணிக்க பல பலக்குது மிட்டாங்க லோக்கலே லோக்கலே ரவுடியான சோவாதா குட்டா குத்து குட்டா குத்து உயு சோவாதா போச்சரி முக்க சீனு போடுடா மட்ட பண்ணி புட்டா மச்சா மேல பேருடா तेची गली च निगरा की उठा सालमा अरिकल गरिकल को उठा गलगले पलचिन पल पलक मिटा गल लोकले
Get ready. We are landing. Collect all data. Yes. Gather all possible samples. This is a highly unstable and volatile environment. Temperature is 68 degrees Celsius. Air consists of ammonia. This planet hardly seems livable. Our initial probe was wrong. We have picked the wrong planet. This atmosphere is getting volatile. We should get back on board right now. Look up, a sandstorm is approaching. Back to the rover. Now. Look, there is somebody there. What? That's impossible. Commander, we have to go now. നമ്മൾ വിട്ടിട്ട് പോയാൽ whatever it is, it won't survive. What should we do? Crew, let's save it. Quick. What do we know? Nothing much, sir. But it is definitely not human. It is an alien creature. I think it is gaining consciousness. Hello, we are astronauts from planet Earth of the Milky Way galaxy. Do you copy? നമ്മുടെ ഭാഷകളൊന്നും അതിനറിയില്ലല്ലോ. Hi, I'm Rocco from planet Goten. How do you know our language? ഞാൻ അതിപ്പോൾ പഠിച്ചതാണ്. ഞങ്ങൾക്ക് ടച്ചിലൂടെ നോളജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പവറുണ്ട്. താങ്കളുടെ കയ്യിൽ പിടിച്ചപ്പോൾ എനിക്ക് താങ്കളുടെ മുഴുവൻ നോളജും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചു. Oh my god, ഏലിയൻ മലയാളം പറയുന്നു. This is unbelievable. താങ്കൾ എങ്ങനെ ആ ഗ്രഹത്തിൽ അകപ്പെട്ടു? അതോ, ഞങ്ങളുടെ ഗ്രഹത്തിലുള്ളവർ നിത്യയാത്രികരാണ്. പ്രപഞ്ചത്തിലെ പല ഗ്രഹങ്ങളും സന്ദർശിച്ചു പഠനം നടത്തുന്നവരാണ്. അത്തരം ഒരു യാത്രയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടുത്തെ അസന്തുലിതമായ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ട ഒരു സാംസ്റ്റോമിൽ അകപ്പെട്ട ഞാൻ എന്റെ കൂടെയുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടു. വേറെ വഴിയില്ലാതെ അവർ പുറപ്പെടുകയും ചെയ്തു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു. ഒരുപാട് നന്ദി. ആപത്തിൽപ്പെട്ട ഒരു ജീവൻ രക്ഷിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഇനി താങ്കൾ എന്ത് ചെയ്യും? എങ്ങനെ ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് പോകും? എന്റെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്കൊരു ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. താങ്കളുടെ പ്ലാനറ്റിന് കോർഡിനേറ്റ്സ് തരുവാണെങ്കിൽ ഞങ്ങൾ അവിടെ എത്തിക്കാം. താങ്ക് യു സോ മച്ച്. ഐ ഗിവ് യു ദ കോർഡിനേറ്റ്സ്. എനിക്ക് നിങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഭൂമി അതിന്റെ അന്ത്യനാളുകളിലാണ്. ഞങ്ങൾ ഭൂമിയിലെ ജനങ്ങൾക്കായി ഒരു പുതുഗ്രഹം തേടുന്ന മിഷനിലാണ്. നിങ്ങളുടെ ഗ്രഹം വാസയോഗ്യമായതിനാൽ അവിടെ ഞങ്ങൾക്ക് അഭയം നൽകാമോ? ഞങ്ങളുടെ ഗ്രഹം ആർക്കു നേരെയും വാതിലടയ്ക്കാറില്ല. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനാവില്ല. ഞങ്ങളുടെ ഗ്രഹത്തിൽ അനേകം ജന്തുവർഗങ്ങൾ സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു പോരുന്നു. താങ്കളുടെ ഗ്രഹത്തിലെ ജീവിത രീതി എങ്ങനെയാണ്? പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിത രീതിയാണ് ഞങ്ങളുടേത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഞങ്ങൾ ഏറെ മുന്നേറിയെങ്കിലും പ്രകൃതിയെ ചൂഷണം ചെയ്യാതെയുള്ള ജീവിതക്രമമാണ് ഞങ്ങളുടേത്. താങ്കളുടെ പ്രായം എത്രയാണെന്ന് അറിയാൻ ഒരു കൗതുകം. എനിക്ക് 320 വയസ്സുണ്ട് ഇപ്പോൾ. Astonishing. താങ്കൾ ഭൂമിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ഭൂമി സന്ദർശിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. What? Incredible. ഭൂമിയെയും അവിടുത്തെ മനുഷ്യരെയും താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? പ്രപഞ്ചത്തിന്റെ അതുല്യമായ ബൃഹത്തിനെ കുറിച്ചും പരിണാമത്തിന്റെ അനന്തമായ സാധ്യതയെക്കുറിച്ചും മനസ്സിലാക്കാത്ത സങ്കുചിത മനുഷ്യരാണ് ഭൂമിയിൽ ഏറിയ പങ്കും. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. നമ്മൾ റോക്കോയുടെ പ്ലാനറ്റിലെ അംഗങ്ങളായാൽ റോക്കോയെ നമ്മൾ ഏലിയൻ എന്ന് വിളിക്കണോ അതോ ആളി എന്ന് വിളിക്കണോ? എന്തുവാടേ ഇത്? കമാൻഡർ, റോക്കോയുടെ പ്ലാനറ്റിലേക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. We will reach there in 2 Earth years. We have got something patched from Earth. What is it? സാറിന്റെ മക്കളുടെ സ്കൂളിലെ ആനുവൽ ഡേയുടെ ലൈവ് സ്ട്രീമിംഗ് ലിങ്കാണ്. ഓ, ഞാനത് മറന്നിരിക്കുവായിരുന്നു. അവർ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചാവറ പബ്ലിക് സ്കൂൾ. നമുക്ക് ഒരുമിച്ച് കാണാം. Screen it on the VR wall. Roger that.
ಮಾಮಧುರ ಅನ್ನ ಕೊಡಿ ವಾಮದಿನಿ ಅನ್ನ ರೆಡಿ ಮರದ ಮೆಚ್ಚು ಅನ್ನ ಕೊಡಿ ವಾಮದಿನಿ ನಲ್ಲ ಕುತ್ತೆ ಅಡಿ ಮಾಮಧುರ ಅನ್ನ ಕೊಡಿ ವಾಮದಿನಿ ಅನ್ನ ರೆಡಿ ಮರದ ಮೆಚ್ಚು ಅನ್ನ ಕೊಡಿ ವಾಮದಿನಿ ನಲ್ಲ ಕುತ್ತೆ ಅಡಿ ಪಟಾಸೆ ವಾರಾಸೆ ಬಲ್ಲಾಸೆ റോക്കോ, താങ്കളുടെ പ്ലാനറ്റിലെ ആളുകൾ ഞങ്ങളെ സ്വീകരിക്കുമോ? തീർച്ചയായും, ധൈര്യമായിരിക്കും. ഇവരാണ് എന്നെ രക്ഷിച്ചത്. ഇവരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ മരിച്ചു പോകുമായിരുന്നു. ഒരുപാട് നന്ദി നിങ്ങൾക്ക്. ഞങ്ങൾ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ ഏതാവശ്യവും ഞങ്ങൾ സാധിച്ചു തരും. ഇവർ ഭൂമിയിലെ ആളുകളാണ്. ഒരു പുതുഗ്രഹം തേടിയുള്ള യാത്രയിലാണ്. ഇവർക്ക് നമ്മൾ അഭയം കൊടുക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. എന്റെ മകന്റെ ജീവൻ രക്ഷിച്ച നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഞങ്ങളുടെ ലോകത്ത് ജീവിക്കാം. പ്രകൃതിയോട് ഇണങ്ങി ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കാതിരിക്കുകയാണെങ്കിൽ ഇത് എത്രത്തോളം ഞങ്ങളുടെ ലോകമാണോ അത്രത്തോളം തന്നെ നിങ്ങളുടെ ഇതും. തീർച്ചയായും ഭൂമിയിൽ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ ഇവിടെ ആവർത്തിക്കുകയില്ല. ഭൂമിയിലെ മനുഷ്യർ മുഴുവൻ എന്നും നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കും. ഞങ്ങളുടെ നീണ്ട യാത്രയ്ക്ക് ഒരു ശുഭ പര്യവസാനമായി. ഇത് ആഘോഷത്തിന്റെ നിമിഷമാണ്. എല്ലാവരും കൈകൾ കോർത്ത് ഞങ്ങളുടെ പരമ്പരാഗത നൃത്തത്തിൽ പങ്കുചേരൂ.
അപേക്ഷയുണ്ട്. ഞങ്ങളുടെ ഒരു ഗാനത്തിനു കൂടി നമുക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്താലോ? ജഗ്ഗു, പ്ലേ ദ സോങ്. Roger that, Commander. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ പിൻവിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണർപ്പെടു കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുലി ഇടയാൻ വന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡാ സർബത്ത് നുടിയിൽ മതയാനൻ നെരുത്തിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടമുളക്ക് 10 ഉലകിതിലാരോടും തോൽക്കാ വീരൻ കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാതെന്റെ കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പാനാരും പോരണ്ട തിരിയും മൂന്നാം കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും ബോംബെ നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം കാണും This is Ground Zero Mission Control. Update the status, Commander. We have found a new home. Mission success. Commander, can I confirm? Verified and sending the coordinates. Prepare the space fleet. Roger that, Commander. Over and out. We have a new home. Mission success. छुपा के लाई तेरे लिए दुनिया से नजरें चुरा के पीछे कुआं आगे मेरे खाई तू ही बता जाऊं मैं कहाँ मुझको दुआ किसकी लगी भाई आके पधारा हूँ जो यहाँ
बेफिकर आजा इधर बीट पे लगा ले तू ठुमका 1 2 3 4 get on the dance floor 1 2 3 4 get on the dance floor booty shake tapan to hardcore shoulder hit it with the party hit it with the gimme some more 1 2 3 4 get on the dance floor booty shake tapan to hardcore shoulder hit it with the party hit it with the gimme some more आँख भी जाने का है फड़के मेरी बाही कुंडली से हो जैसे उल्टी दशा आई मेरी लटक मटक सी चाल दे जाए भटक ध्यान सभी का तेरा धड़क दिल ना छुपा हुआ आया बड़ा संत कहीं का ओ खतरे की क्यों घंटी लगे गोरी तेरे कानों का झुमका 1 2 3 4 get on the dance floor booty shake tapan to hardcore shoulder hit it with the party hit it with the gimme some more 1 2 3 4 get on the dance floor booty shake tapan to hardcore shoulder hit it with the party hit it with the gimme some more ये पुष्पा तेरा नाम हो या चंपकली तुझसे भली मुझको लगे पतली गली भागेगा तू किस गली से हर गली आज बोलेगी 1 2 3 4 1 2 3 4 get around hardcore hard door close much talk less dance more 1 2 3 4 get on the dance floor shake tapan to hardcore shoulder hit it with the party hit it with the gimme some more 1 2 3 4 get on the dance floor shake tapan to hardcore shoulder hit it with the party hit it with the gimme some more We have no planet B, at least for now. Save Earth. End all wars, stop all violence, stop all discrimination.